ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായവും വെളിപാട് 6-ാം അധ്യായവുമാണ് വായിക്കുന്നത്. വിതക്കാരന്റെ ഉപമയും യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നതും ഒപ്പം വെളിപാടിലെ മുദ്രകൾ തുറക്കുന്നതുമാണ് ഇന്നത്തെ പ്രധാന ഭാഗങ്ങൾ. നമുക്ക് വായനയിലേക്ക് കടക്കാം. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം 8. യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ. അതിനുശേഷം അവൻ പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സദ്വാർത്ത അറിയിക്കുകയും ചെയ്തുകൊണ്ട് പട്ടണങ്ങളും ഗ്രാമങ്ങളും തോറും സഞ്ചരിക്കുകയായിരുന്നു. അവനോടുകൂടെ 12 പേരും ദുഷ്ടാത്മാക്കളിൽ നിന്നും വ്യാധികളിൽ നിന്നും സുഖമാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്ന മറിയവും ഹെരോദസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നായും സൂസന്നയും മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ തങ്ങളുടെ സ്വത്തുകൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്നു. വിതക്കാരന്റെ ഉപമ. വലിയ ജനക്കൂട്ടവും ഓരോ പട്ടണത്തിൽ നിന്നുള്ളവരും തന്റെ അടുത്ത് കൂടിയപ്പോൾ അവൻ അവരുടെ ഉപമയിലൂടെ അരുൾ ചെയ്തു. വിതക്കാരൻ തന്റെ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. അത് ചവിട്ടപ്പെടുകയും ആകാശത്തിലെ പക്ഷികൾ തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ചു മങ്ങിയപ്പോൾ നനവില്ലാതിരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉപമയുടെ വിശദീകരണം. ഈ ഉപമയുടെ അർത്ഥമെന്തെന്ന് അവന്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർക്കാകട്ടെ ഉപമകളിലൂടെയും അവർ കണ്ടിട്ടും കാണാതിരിക്കാനും കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കാനും വേണ്ടിയാണത്. ഉപമ ഇതാണ്: വിത്ത് ദൈവത്തിന്റെ വചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. പാറയിൽ വീണതാകട്ടെ കേൾക്കുമ്പോൾ ആ വചനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറച്ചു സമയത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണുപോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണത് കേട്ടിട്ടും പോകും വഴി ഉത്കണ്ഠകൾ, സമ്പത്ത്, ജീവിതത്തിന്റെ സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരുമാണ്. നല്ല നിലത്ത് വീണതോ ഉത്കൃഷ്ടവും നല്ലതുമായ ഹൃദയത്തിൽ വചനം കേട്ട് മുറുകെ പിടിക്കുകയും ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവരാകുന്നു. ദീപം മറച്ചു വെക്കരുത്. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർ വെളിച്ചം കാണാൻ അത് ദീപപീഠത്തിന്മേൽ വയ്ക്കുന്നു. വെളിപ്പെടുത്തപ്പെടാത്ത മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും മറഞ്ഞിരിക്കുന്നതും ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടിയും എടുക്കപ്പെടും. യേശുവിന്റെ അമ്മയും സഹോദരരും. പിന്നീട് അവന്റെ അമ്മയും സഹോദരരും അവന്റെ അടുത്ത് വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവനുമായി കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും നിന്റെ സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അറിയിച്ചു. അവൻ അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തിന്റെ വചനം ശ്രവിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും എന്റെ സഹോദരരും. കൊടുങ്കാറ്റ് ശാന്തമാക്കുന്നു. ഒരു ദിവസം യേശുവും അവന്റെ ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി. അവൻ അവരോട് പറഞ്ഞു, നമുക്ക് തടാകത്തിന്റെ മറുകരയ്ക്ക് പോകാം. അവർ പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ ഉറങ്ങി. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി. മുങ്ങി തുടങ്ങിയ അവർ അപകടത്തിലായി. അവർ അടുത്തു വന്ന്, ഗുരു ഗുരു, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ. പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നു. അതിനുശേഷം അവർ വഞ്ചിയിൽ ഗലീലയ്ക്ക് എതിരെയുള്ള ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ
കരയ്ക്കിറങ്ങിയപ്പോൾ ആ പട്ടണത്തിൽ നിന്ന് പിശാച് ബാധയുള്ള ഒരുവൻ അവനെ സമീപിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലല്ല, കല്ലറകളിലാണ് അവൻ വസിച്ചിരുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വീഴുകയും വലിയ സ്വരത്തിൽ പറയുകയും ചെയ്തു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും എന്ത്? ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, എന്നെ പീഡിപ്പിക്കരുത്. കാരണം മനുഷ്യരിൽ നിന്ന് പുറത്തു പോകാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചിരുന്നു. പലപ്പോഴും അത് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലകളും കാൽവിലങ്ങളും കൊണ്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ അതെല്ലാം തകർക്കുകയും അശുദ്ധാത്മാവ് വിജനപ്രദേശങ്ങളിലേക്ക് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. യേശു അവനോട് ചോദിച്ചു, നിന്റെ പേരെന്ത്? അവൻ പറഞ്ഞു, ലെഗിയോൻ. എന്നാൽ അനേകം പിശാചുക്കൾ അവനെ ആവേശിച്ചിരുന്നു. പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്ന് അവ അവനോട് യാചിച്ചു. വലിയൊരു പന്നിക്കൂട്ടം കുന്നിൻപുറത്ത് തീറ്റ തിന്നുന്നുണ്ടായിരുന്നു. ആ പന്നികളെ ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു. അവൻ അവയെ അനുവദിച്ചു. അപ്പോൾ അവ ആ മനുഷ്യനെ വിട്ട് പന്നികൾ പ്രവേശിച്ചു. പന്നിക്കൂട്ടം കീഴ്ക്കാന്തൂക്കായ ചരിവിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞു മുങ്ങിച്ചത്തു. പന്നികൾ തീറ്റുന്നവൻ സംഭവിച്ചത് കണ്ട് ഓടിച്ചെന്ന് പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്ന് കാണാൻ ആളുകൾ പുറപ്പെട്ട് യേശുവിന്റെ അടുത്ത് വന്നു. പിശാചുബാധയിൽ നിന്ന് വിമോചനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാചുബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എന്ന് അത് കണ്ടവർ അവരെ അറിയിച്ചു. തങ്ങളെ വിട്ടുപോകണമെന്ന് ഗെരസേനയുടെ സമീപപ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം അവനോട് അപേക്ഷിച്ചു. എന്നാൽ വലിയ ഭയം അവരെ ഗ്രസിച്ചിരുന്നു. പിശാചുബാധയൊഴിഞ്ഞ ആ മനുഷ്യൻ അവന്റെ കൂടെയായിരിക്കാൻ യാചിച്ചു. യേശു ആകട്ടെ അവന് പറഞ്ഞയച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു, നീ വീട്ടിലേക്ക് തിരിച്ചു പോവുക, ദൈവം നിനക്ക് ചെയ്തതൊക്കെയും വിവരിക്കുക. യേശു തനിക്ക് വേണ്ടി ചെയ്തവയെല്ലാം പട്ടണം മുഴുവൻ പ്രഘോഷിച്ച് അവൻ പോയി. ജായിറസിന്റെ മകൾ രക്തസ്രാവക്കാരി. യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ വരവേറ്റു. എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജായിറോസ് എന്നു പേരുള്ളവൻ വന്നു. അയാൾ സിനഗോഗിലെ അധികാരിയായിരുന്നു. അയാൾ യേശുവിന്റെ കാൽക്കൽ വീണ് തന്റെ വീട്ടിലേക്ക് വരണമെന്ന് അപേക്ഷിച്ചു. കാരണം 12 വയസ്സോളം പ്രായമുള്ള അവന്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു. അവൻ പോകുമ്പോൾ ജനക്കൂട്ടം അവനെ തിക്കിക്കൊണ്ടിരുന്നു. 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്നവളും സമ്പാദ്യം മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? എല്ലാവരും നിഷേധിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റിക്കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരും എന്നെ സ്പർശിച്ചു. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറഞ്ഞിരിക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോട് വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനു സ്പർശിച്ചു എന്നും എങ്ങനെ തൽക്ഷണം സുഖപ്പെട്ടു എന്നും ജനമുഴുവന്റെ മുമ്പാകെ അറിയിച്ചു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിൽ പോവുക. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട. ഇത് കേട്ട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ രക്ഷപ്പെടും. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടെ അകത്ത് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാധവനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് അവർ അവനെ പരിഹസിച്ചു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികയെ, എഴുന്നേൽക്കുക. അപ്പോൾ അവളുടെ ആത്മാവ് തിരിച്ചു വന്നു. ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും നൽകാൻ അവൻ നിർദ്ദേശിച്ചു. അവളുടെ മാതാപിതാക്കന്മാർ അത്ഭുത സ്തബ്ധരായി. സംഭവിച്ചതെന്തെന്ന് ആരോടും പറയരുതെന്ന് അവൻ കൽപ്പിച്ചു. വെളിപാട് അധ്യായം 6 മുദ്രകൾ തുറക്കുന്നു. അനന്തരം ഞാൻ കണ്ടു, കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ പറയുന്നത് ഞാൻ കേട്ടു. വരിക, ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിന്റെ പുറത്ത് വില്ലുമായി ഇരിക്കുന്ന ഒരുവൻ. അവൻ ഒരു കിരീടം നൽകപ്പെട്ടു. അവൻ വിജയിച്ചുകൊണ്ടും വിജയിക്കാനായും പുറപ്പെട്ടു. അവൻ 2ാമത്തെ മുദ്ര തുറന്നപ്പോൾ 2ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു, വരിക. അപ്പോൾ തീ നിറമുള്ള മറ്റൊരു കുതിര പുറപ്പെട്ടു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്ത് ഇരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവനൊരു വലിയ വാളും നൽകപ്പെട്ടു.
അവൻ മൂന്നാമത്തെ മുദ്ര തുറന്നപ്പോൾ മൂന്നാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു, വരിക, ഞാൻ കണ്ടു. ഇതാ ഒരു കറുത്ത കുതിര, അതിന്റെ പുറത്തിരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസ്. ആ 4 ജീവികളുടെയും മധ്യത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം പോലെ ഞാൻ കേട്ടു, ഒരു ധനാറയ്ക്ക് ഇടങ്ങഴി ഗോതമ്പ്, ഒരു ധനാറയ്ക്ക് 3 ഇടങ്ങി ബാർലി, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. അവൻ 4ാമത്തെ മുദ്ര തുറന്നപ്പോൾ 4ാമത്തെ ജീവിയുടെ സ്വരം ഞാൻ കേട്ടു, വരിക, ഞാൻ കണ്ടു. ഇതാ വിളറിയ ഒരു കുതിര, അതിന്റെ പുറത്തിരിക്കുന്നവന്റെ പേര് മരണം. പാതാളം അവനെ പിന്തുടരുന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ 4/1 അവർക്ക് അധികാരം നൽകപ്പെട്ടു. അവൻ 5ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായ നാഥ, അങ്ങ് എത്രത്തോളം ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്താതെയും ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാതെയും ഇരിക്കും. അവർക്ക് ഓരോരുത്തർക്കും വെള്ളയങ്കി നൽകപ്പെട്ടു. അവരെപ്പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെ സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകപ്പെട്ടു. അവൻ 6ാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ കണ്ടു, വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കമ്പളം പോലെ കറുപ്പായി, ചന്ദ്രൻ ആകെ രക്തം പോലെയായി. കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായകൾ പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. തെറുത്തുമാറ്റിയ ചുരുൾ പോലെ ആകാശം വിഭജിക്കപ്പെട്ടകുന്നു. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടു. ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ഒളിച്ചു. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. എന്തെന്നാൽ അവരുടെ ക്രോധത്തിന്റെ മഹാദിനം വന്നു കഴിഞ്ഞു. ആർക്ക് നിൽക്കാൻ കഴിയും? ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ നല്ല നിലത്ത് വീണ വിത്തുപോലെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഇന്നത്തെ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം.